നമസ്കാരം കുട്ടികളെ. മാത്സര്യം മത്സരബുദ്ധി അതുണ്ടായാൽ ഉണ്ടാവുന്ന അപകടങ്ങൾ വിസ്തരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓർവങ്കര ഈ ബാലോപദേശത്തിൽ. ദേവന്മാരുടെ നാഥനായിട്ടുള്ള ദേവേന്ദ്രൻ, അദ്ദേഹത്തിനു കൂടി ഇത് കാരണം ധാരാളം പരാജയങ്ങൾ പറ്റിയിട്ടുണ്ട് മത്സരബുദ്ധി കൊണ്ട്. അത് ആ കഥ കേട്ടിട്ടില്ലേ എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പോൾ ദേവേന്ദ്രനും കൂടി പറ്റിച്ചാൽ സാധാരണ മനുഷ്യരായ നമുക്ക് അപകടങ്ങൾ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കണം, മത്സരബുദ്ധി ഒഴിവാക്കി കൊണ്ടുവേണം കഴിയാൻ നമ്മൾ എന്ന് എടുത്തു പറയാണ് ഈ 63-ാമത്തെ ശ്ലോകം വഴി. നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. വരാഗനെന്നോർത്ത ഉരുമർത്യനേയം നിരാകരിക്കൊല്ല നിജസ്ഥിതിജ്ഞൻ സുരാധിപന്യം പല നാളും ഓരോ പരാജയം വന്നത് കേൾവിയില്ലേ. ഇതിൻ്റെ അന്വയം, വരാഗനാണ് എന്നോർത്ത് ഒരു മനുഷ്യനെയും നിജസ്ഥിതിജ്ഞൻ നിരാകരിക്കൊല്ല, സുരാധിപന്യം പല നാളും ഓരോ പരാജയം വന്നത് കേൾവിയില്ലേ. ഇതാണ് ഇതിൻ്റെ അന്വയം. ഇതിൽ വരാഗൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ, ദരിദ്രൻ, അടങ്ങി ഒതുങ്ങി കഴിയുന്ന ആൾ എന്നൊക്കെ അർത്ഥം. നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, നിന്ദിക്കുക, അവഗണിക്കുക എന്നൊക്കെ പറയാം. ഒല്ല, നിരാകരിക്കൊല്ല അല്ലേ. ഒല്ല എന്ന് പറഞ്ഞാൽ അരുത്, പാടില്ല എന്നർത്ഥം. അപ്പോൾ നിരാകരിക്കൊല്ല, നിന്ദിക്കരുത്, അവഗണിക്കരുത് എന്നർത്ഥം. നിജസ്ഥിതിജ്ഞൻ, നിജസ്ഥിതി അറിയുന്നവൻ, സത്യം അറിയുന്ന മനുഷ്യൻ, അതായത് തൻ്റെ ഇടം ഉള്ള ആൾ എന്നർത്ഥം. സുരാധിപൻ, സുരന്മാരുടെ അധിപൻ ദേവേന്ദ്രൻ. ദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ദിവ്യത്വമുള്ള ആളാണ്. അതിൽ ഇന്ദ്രനും കൂടിയ മഹാകേമനായിട്ടുള്ള ആളാണ് എന്നർത്ഥം. പിന്നെ കേൾവിയില്ലേ എന്ന്, അത് കേട്ടിട്ടില്ലേ എന്നാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്, നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. അഥവാ കേട്ടിട്ടില്ലെങ്കിൽ അത് വിവരിക്കുന്നുണ്ട് ഇതിൽ. ഇതിൻ്റെ അർത്ഥത്തിലേക്ക് നോക്കാം. വരാഗനാണ് എന്നോർത്ത്, അതായത് പാവപ്പെട്ടവനാണ്, വളരെ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു ദരിദ്രനാണ് എന്ന് വിചാരിച്ച് ഒരാളെയും നിരാകരിക്കരുത്, അവരെ അവഗണിക്കാൻ പാടില്ല. ആര്? നിജസ്ഥിതിജ്ഞൻ, സത്യം അറിയുന്ന ആൾ, തൻ്റെ ഇടമുള്ള ആൾക്കാർ, അവരെ നിന്ദിക്കാനോ കളിയാക്കാനോ പാടില്ല എന്നർത്ഥം. കാരണം അതുകൊണ്ട് അപകടങ്ങൾ പലതും വരും, പരാജയം സംഭവിക്കും. അതിനുള്ള ദൃഷ്ടാന്തം ആണ് ഉത്തരാർദ്ധത്തിൽ പറയുന്നത്. സുരാധിപന്യം, സുരന്മാരുടെ അധിപന്യം, അതായത് ദേവേന്ദ്രനും പല നാളും, ഒരു തവണയല്ല, ഒരു തവണ ഒരു അബദ്ധം ആർക്കും പറ്റാം, പലപ്പോഴുമായിട്ട് ഓരോ വിധത്തിലുള്ള പരാജയം വന്നത് കേൾവിയില്ലേ, കേട്ടിട്ടില്ലേ. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥകളാണ്. അത് കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം, അത് ഓർമ്മയിൽ വയ്ക്കും വേണം. അതാണ് ഈ സുരാധിപൻ്റെ പരാജയം എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം. ഇന്ദ്രന് ഇത്രയധികം പരാജയങ്ങൾ പറ്റിയിട്ടുണ്ടോ? ധാരാളം പരാജയം പറ്റിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും പേടിയാണ്. കാരണം ആരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം തട്ടിപ്പറിക്കുക എന്നുള്ള. ഇദ്ദേഹം ശതക്രതുവാണ്, 100 യാഗം ചെയ്തുള്ള ആളാണ്. അപ്പോൾ വല്ലവരും ഭൂമിയിൽ യാഗം ചെയ്യാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് പേടിയായി, തപസ് ചെയ്യാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് പേടിയായി. അപ്പോൾ തപസ് മുടക്കാൻ വേണ്ടി ആളെ വിടും, യാഗം മുടക്കാൻ വേണ്ടിയിട്ട് യാഗാശ്വം എന്നൊരു കുതിര
പറഞ്ഞുകൊണ്ടില്ല, അതിനെ കട്ടുകൊണ്ടുപോവുക, ഇതുമാതിരിയുള്ള പല വിദ്യകളും ചെയ്യണ ആളാണ്. അസുരന്മാരോട് ധാരാളം തവണ തോറ്റിട്ടുണ്ട്. അസുരന്മാരോട് തോറ്റാൽ സ്വർഗം വിട്ട് ഓടിപ്പോവും. പിന്നെ ബ്രഹ്മാവിനെയോ ശിവനെയോ വേറെ വല്ലവരുടെയൊക്കെ സഹായം, വിഷ്ണുവിൻ്റെയൊക്കെ സഹായം കൊണ്ടാണ് ഈ അസുരന്മാരെ തോൽപ്പിച്ച് വീണ്ടും കയറാൻ നോക്കാമെന്നർത്ഥം. വൃത്രാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദധീചിയുടെ നട്ടെല്ല് വാങ്ങി. പിന്നെ ബ്രഹ്മഹത്യാപാപം ഉണ്ടായി. ആ സമയത്ത് സ്വർഗം ഒളിച്ച് താമസിക്കേണ്ടി വന്നു. അപ്പോൾ നഹുഷൻ നാളെ തൽക്കാലം ഇന്ദ്രനായി. അങ്ങനെ പല കഥകളുണ്ട്. രാവണനോട് തോറ്റുണ്ട്. ഇന്ദ്രജിത്ത് കെട്ടിക്കൊണ്ടുപോയി ഉള്ള കഥയൊക്കെ ഉണ്ടല്ലോ. ഇന്ദ്രജിത്ത് എന്നുള്ള ഇന്ദ്രനെ ജയിച്ച ആളാണ് മേഘനാഥൻ, രാവണൻ്റെ മകൻ. സാധാരണ മഹർഷിമാരോട് ധാരാളം തവണ തോറ്റുണ്ട്. അപ്പോൾ അഹല്യയിൽ മോഹം ഉണ്ടായിട്ട്, ഗൗതമ മഹർഷിയുടെ ഭാര്യയാണല്ലോ അഹല്യ, അദ്ദേഹത്തിൻ്റെ ശാപം നേടിയ ആളാണ്. പിന്നെ അശ്വിനി ദേവന്മാർ ചവന മഹർഷിക്ക് കണ്ണ് കാണാറാക്കി കൊടുത്തു. അപ്പം അദ്ദേഹം സന്തോഷത്തിൽ ഇവർക്ക് സോമപാനത്തിന് അർഹതയുണ്ട് എന്ന് ആക്കി. അത് ഇന്ദ്രനൊട്ടും ഇഷ്ടമായില്ല. ഇന്ദ്രൻ അവർക്ക് സോമപാനത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അവിടെയും തോറ്റു. പിന്നെ മനുഷ്യന്മാരോട് പൃഥ്വിരാജാവ് 100ാമത്തെ യാഗം ചെയ്തപ്പോൾ ഈ കുതിരയെ കട്ടുകൊണ്ടുപോയി. അവിടെയും ഇന്ദ്രൻ തോറ്റു. പിന്നെ പൃഥ്വി മഹാരാജാവ് മഹാവിഷ്ണുവിൻ്റെ അവതാരാവ് കാരണം അദ്ദേഹം പിന്നെ 100ാമത്തെ അത് തികച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഇന്ദ്രൻ തോൽക്കൽ കഴിഞ്ഞു അവിടെ എന്നർത്ഥം. അതിനൊക്കെ പുറമെ സ്വന്തം മകനോട് തോറ്റുണ്ട്. ഖാണ്ഡവദാഹത്തിൽ അർജുനൻ ശ്രീകൃഷ്ണൻ്റെ സഹായത്തോടു കൂടി ഇന്ദ്രനെ തോൽപ്പിച്ചു. പിന്നെ വൃന്ദാവനത്തിൽ മഴ പെയ്ച്ച് അവരെ തോൽപ്പിക്കാൻ നോക്കിയപ്പോൾ കൃഷ്ണൻ, അത് പിന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എങ്കിലും, ഗോവർദ്ധന കൊന്നുകൊണ്ട് അതടുത്ത് അവിടെയും ഇന്ദ്രൻ തോറ്റു. ഇന്ദ്രൻ്റെ ഗർവ് അവിടെ നശിച്ചു എന്നർത്ഥം. ഇതൊക്കെ പോരാതെ പക്ഷിയോട് തോറ്റുണ്ട്. ഗരുഡൻ സ്വർഗത്തിൽ നിന്ന് അമൃതകുംഭം തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയ സമയത്ത് അവർ ഗരുഡനെ തടുക്കാൻ നോക്കി, അത് പറ്റിയില്ല. അയാൾക്ക് ഇന്ദ്രന് ആ ഗരുഡനെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്നർത്ഥം. അപ്പോൾ സുവർണൻ എന്നുള്ളൊരു പേരും കൊടുത്തു. ഇന്ദ്രൻ ലഭ്യനായി അവിടെ എന്നർത്ഥം. അപ്പോൾ അനവധി പരാജയങ്ങളെ ഏറ്റുവാങ്ങിയുള്ള ഒരാളാണ് ദേവേന്ദ്രൻ. അതോ ഉന്നത കുലജാതനാണ്. വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവ് നിന്ന് മരീചി നിന്ന് കശ്യപൻ്റെ മകനാണ് ദേവേന്ദ്രൻ. അമ്മയാണെച്ചാൽ ദക്ഷപുത്രയായിട്ടുള്ള അതിഥിയാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് വലിയ കേമായിട്ടുള്ള ആണെങ്കിലും അദ്ദേഹത്തിന് പരാജയങ്ങൾ ഈ മാത്സര്യം എന്നുള്ള ദോഷം കാരണം, അതിൽ കുറച്ച് മറ്റോ മതവും കാമവും ഒക്കെ കുറേശ്ശെ ഉണ്ടാവും. അതിൽ മാത്സര്യം കൊണ്ട് അനവധി പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ നിങ്ങൾ മാത്സര്യം വരാതെ നോക്കണം. മത്സരബുദ്ധി ഉപേക്ഷിക്കണം. മറ്റേയാളെ തോൽപ്പിക്കണം എന്നുള്ള വിചാരത്തിൽ നടക്കരുത് എന്നാണ് കവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. വരാകനെന്നോർത്തൊരു മർത്യനെയും നിരാകരിത്വല്ല നിജസ്ഥിതിജ്ഞൻ, സുരാധിപന്നം പല നാളും ഓരോ പരാജയം വന്നത് കേൾവിയില്ലേ. എല്ലാവർക്കും നമസ്കാരം.